Hi guys, welcome back to my YouTube channel Beauty Bazaar. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് get ready with me for വിഷു മേക്കപ്പ് ലുക്ക്. അപ്പോൾ let's get into the video. 3, 2, 1. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മിനിമലായിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് ഞാൻ എങ്ങനെ റെഡിയാവുക അതാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഡെയിലി ബേസിസിൽ ചെയ്യുന്ന മേക്കപ്പാണ്. അപ്പോൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകാം. അപ്പോൾ സ്റ്റെപ്പ് 1 വരുന്നത് സ്കിൻ പ്രെപ്പാണ്. അപ്പോൾ നമുക്കറിയാം മേക്കപ്പ് ഇടുകയാണെങ്കിൽ നമ്മൾ സ്കിന്നെ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് മേക്കപ്പിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കിൻ പ്രെപ്പിന് വേണ്ടിയിട്ട് നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാം. ഞാനിവിടെ മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് പ്ലസ് LH 2% ഫേസ് വാഷ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ, അതായത് സെറാവയുടെ അത് ഡ്രൈ സ്കിന് നല്ല പറ്റിയ മോയ്സ്ചറൈസറാണ്. ഇതൊന്നൊരു ലിറ്റിൽ ബിറ്റ് എമൗണ്ട് എടുത്തിട്ട് ഫേസിൽ മോയ്സ്ചറൈസർ ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഹൈഡ്രേഷൻ തരും നമ്മുടെ സ്കിന്നിന്. പിന്നെ ഞാനൊരു ലിപ് ബാം ഇടുന്നുണ്ട്. നമ്മുടെ ലിപ്പ് കുറച്ചും കൂടി ഇത് കുറച്ച് ടിൻറ്റഡ് ലിപ് ബാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇതിന്ന് ഡോട്ട്&കീയുടെ ഒരു ടിൻറ്റഡ് ലിപ് ബാം എടുത്തിടുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്ത് പുറത്ത് പോവുകയാണെങ്കിൽ അത് സൺ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ സൺസ്ക്രീന് 2 ഫിംഗർ റൂളിൽ വെച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ട് ഇടുന്നുണ്ട്. ഇത് ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഇടുന്നത്. ഇത് നല്ല SPFും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 55+ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈ സ്റ്റെപ്പ് 2 വരുന്നത് നമ്മൾ ബേസ് മേക്കപ്പാണ്. അതായത് നമുക്ക് വെറും ഫൗണ്ടേഷൻ മാത്രം വെച്ചിട്ട് ഫിനിഷിങ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കൺസീലറും ഫൗണ്ടേഷനും അങ്ങനെ വെച്ചിട്ടും നമുക്ക് ബേസ് മേക്കപ്പ് ചെയ്യാം. ഫേസ് മേക്കപ്പിൽ നമ്മൾ മെയിനായിട്ടും നല്ലൊരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുക, നമ്മുടെ സ്കിൻ ടോണിന് ആപ്റ്റായിട്ടുള്ളത്. എൻ്റെ സ്കിന്നിന് വരുന്നൊരു ഫൗണ്ടേഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഇത് NYBയുടെ 3-in-1. ഇതിൽ പ്രൈമറും ഉണ്ട്, ഫൗണ്ടേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഹൈലൈറ്ററും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈമർ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വേറെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ 3-in-1 ഉണ്ടായതുകൊണ്ട് ഞാൻ സീറം കൂടിയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന്ന് ഞാൻ കുറച്ച് എമൗണ്ട് എടുക്കും. ഇത് കുറച്ച് ഇങ്ങനെ ലൂസായി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു ഗ്ലോയി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാക്മേയുടെ 9 to 5 സ്കിൻ സ്റ്റൈലിസ്റ്റ് കളക്ഷൻ ലുമിലിറ്റി ക്രീമാണ് ഇത്. അപ്പോൾ അതിന്ന് കുറച്ച് എമൗണ്ടും കൂടി എടുത്തിട്ട് ഞാൻ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് എൻ്റെ ഒരു സ്കിൻ ടോണിന് ചേരുന്ന ഷെയ്ഡുള്ള ഒരു ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഈ ഒരു ലുമിലിറ്റി ക്രീമും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് എപ്പോഴും. അപ്പോൾ അതിങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഓരോ ഡോട്ടായിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കവറേജ് കിട്ടുന്നൊരു ഫൗണ്ടേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പോട്ട്, എനിക്ക് പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഐൻ്റെ അടിയിലും ആ ഡാർക്ക്നെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് കൺസീലർ അവിടെ ഇവിടെയായിട്ട് ഓരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 13 എന്തോ ആണ് ഷെയ്ഡ് വന്നിട്ട്. ക്ലാസിക് ന്യൂഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. പക്ഷേ നല്ല കവറേജ് തരുന്നൊരു കൺസീലറാണ്. അതിന് ശേഷം നമുക്ക് ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ ഫേസസ് കാനഡയുടെ സെറ്റിംഗ് പൗഡറാണ് എടുക്കുന്നത്. ഇത് നല്ല മാറ്റ് ഫിനിഷ് കിട്ടുന്നൊരു കോമ്പാക്ട് പൗഡറാണ് ഫേസസ് കാനഡയുടെ. അതിന് ശേഷം സ്റ്റെപ്പ് 4 വരുന്നത് നമുക്ക് നമ്മുടെ ഫേസിൻ്റെ മേക്കപ്പ് ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ മിനിമലായിട്ടുള്ള ഐ ഷാഡോ, ഐ ലൈനർ അത്രയൊക്കെ ഞാൻ എഴുതാറുള്ളൂ.
നിങ്ങൾക്ക് നല്ല സ്മോക്കി ഐയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മേലെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുക്കുന്നത്. ഇത് ഞാൻ പണ്ട് തൊട്ടേ വരുന്നൊരു ഐലൈനറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മസ്കാര എടുത്തിടുന്നുണ്ട്. എനിക്കങ്ങനെ ലാഷസ് എല്ലാം ഭയങ്കര തിന്നായ ലാഷസ്. അപ്പോൾ ഈ ഒരു മസ്കാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വോളിയം തോന്നിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഭയങ്കര ഉള്ളിലേക്ക് ഉള്ള ഐ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഐ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മസ്കാര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മസ്കാര ഇട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഐബ്രോസ് ഫിനിഷ് ചെയ്യാം. ഐബ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഡിഫൈൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഐബ്രോസാണ്. അപ്പോൾ ഐബ്രോസിനെ നന്നായിട്ട് ത്രെഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഹെയർ ഇല്ലാത്ത ഏരിയയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഐബ്രോസ് നന്നായിട്ട് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഐബ്രോ പാലറ്റിൽ ബ്ലാക്കോ അല്ലെങ്കിൽ കുറച്ചൊരു ഒന്നുകൂടി ഷെയ്ഡ് കുറഞ്ഞ ബ്ലാക്ക് എടുത്തിട്ട് ഞാനത് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ശ്രദ്ധിക്കുക, അധികം ഫില്ല് ചെയ്യാൻ നിൽക്കരുത്, കാരണം ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് ഒട്ടും ഹെയർ ഇല്ലാത്ത ഭാഗം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഡിഫൈനായിട്ട് നിൽക്കും. ഇത് ഞാൻ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നൊരു ഐബ്രോ പാലറ്റാണ്. ഇതിൻ്റെ ഐ ഷാഡോ, ഐബ്രോ മാജിക് ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. പിന്നെ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനം എടുക്കാറുണ്ട്. ഇത് ഒരു ഐബ്രോ പെൻസിൽ പോലെ ഉള്ളൊരു പെൻസിൽ തന്നെയാണ്. പെൻസിലും ബ്രഷും കൂടി വരുന്നൊരു ഇതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനത്തെ ഒരു ട്യൂബ് വരുന്നുണ്ട്. നമുക്ക് ഐബ്രോസ് കറക്റ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്യാനും പറ്റും. ഇത് ബ്രൗൺ ആണ്, നാച്ചുറൽ ബ്രൗൺ പറഞ്ഞൊരു ഷെയ്ഡാണ്. അത് പിന്നെ അതിൻ്റെ സ്പൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കോംബ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ സ്റ്റെപ്പ് 6 വരുന്നത് ലിപ്സിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ നല്ലൊരു ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഔട്ട്ലൈൻ ചെയ്യുക. അത് ഞാനിവിടെ മാഴ്സിൻ്റെ എഡ്ജ് ഓഫ് ഡിസൈർ എന്ന് പറഞ്ഞൊരു സ്റ്റീമി പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു 09 ഷെയ്ഡ് എടുത്തിട്ടുള്ള ഐബ്രോ ലിപ്പ് ലൈനറാണ് എടുക്കുന്നത്. ഇത് നല്ലൊരു ലിപ് ലൈനറാണ്, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ബ്ലഷീറ്റ് എന്ന് പറഞ്ഞ ബ്ലഷീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിടുന്നുണ്ട്. ഇത് നല്ല ന്യൂഡ് ഷെയ്ഡ്. അപ്പോൾ നമുക്ക് ഓവറായിട്ട് തോന്നില്ല, എന്നാൽ ഡെയിലി വെയറിനൊക്കെ നന്നായിട്ട് പറ്റിയ, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സ്കിൻ ടോണുള്ളവർക്കൊക്കെ ചേരുന്ന നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ഞാനൊരു ഫ്ലിപ്കാർട്ടിലെ കോംബോ ഓഫറിന് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ സ്റ്റെപ്പ് 7 വരുന്നത് ഫിനിഷിങ് ടച്ചാണ്. നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്തു, ബേസ് മേക്കപ്പ് ചെയ്തു, അതുപോലെ ഐ മേക്കപ്പ് ചെയ്തു, ഐബ്രോസ് ഫില്ല് ചെയ്തു, ലിപ്സ് ഒക്കെ ആക്കി, അതിനുശേഷം നമ്മൾ നല്ലൊരു സെറ്റിംഗ് സ്പ്രേ എടുത്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് NYBയുടെ ഡൂയി ഫിനിഷുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് അങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്തോളും. നല്ലൊരു ഡൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.